പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിന്റെ 256 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മിസ്റ്റർ പിയൂസ് പത്താമൻ പാപ്പയ്ക്ക് ശേഷം ഈ ആഴ്ച ലിമയിലെ മിസ്റ്റർ റോസിനെ കുറിച്ചാണ്. തെക്കേ അമേരിക്ക ലോകത്തിന് നൽകിയ ആദ്യത്തെ വിശുദ്ധ പുഷ്പമാണ് ലിമയിലെ റോസ്. 1586 പെറുവിന്റെ തലസ്ഥാനമായ ലിമയിലാണ് മിസ്റ്റർ റോസ് ജനിച്ചത്. അവളുടെ ജ്ഞാനസ്നാന നാമം ഇസബൽ എന്നായിരുന്നെങ്കിലും അവളുടെ സൗന്ദര്യം കണ്ട് എല്ലാവരും റോസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ബാല്യം മുതൽ അവൾ പ്രദർശിപ്പിച്ചിരുന്ന ക്ഷമയും സഹനശേഷിയും അസാധാരണമായിരുന്നു. സിയന്നയിലെ വിശുദ്ധ കാതറിന്റെ മാതൃകയെ അനുകരിച്ചുകൊണ്ട് അവൾ ഡൊമിനിക്കൻ 3ാം സഭയിൽ ചേരുകയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്തു. അനുതാപവും സഹനങ്ങളും നിറഞ്ഞ വളരെ കഠിനമായൊരു സന്യാസ ജീവിതമായിരുന്നു വിശുദ്ധ നയിച്ചത്. ഇന്ത്യക്കാരെ സുവിശേഷവൽക്കരിക്കുക എന്നതായിരുന്നു റോസിന്റെ ആഗ്രഹം. വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്, വിശുദ്ധ ജോൺ മസിയാസ് എന്നിവർ വിശുദ്ധയുടെ സുഹൃത്തുക്കളായിരുന്നു. അനുതാപത്തിലും നന്മയിലും അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു അവൾ നയിച്ചിരുന്നത്. വിശുദ്ധയ്ക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അവൾ തന്റെ നിഷ്കളങ്കത ദൈവത്തിനു വേണ്ടി കാത്തു സൂക്ഷിക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്തു. ഒരു ചെറുപ്പക്കാരിയായിരിക്കുമ്പോൾ തന്നെ സാധാരണയിലും കവിഞ്ഞ കഠിനചര്യകളും ഉപവാസങ്ങളും അവൾ അനുഷ്ഠിക്കുമായിരുന്നു. നോമ്പുകാലം മുഴുവൻ അവൾ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. പകരം ഒരു ദിവസം വെറും 5 നാരങ്ങ കൊണ്ട് ജീവൻ നിലനിർത്തി പോന്നു. അതിനു പുറമെ പിശാചിന്റെ നിരവധി പരീക്ഷണങ്ങൾക്കും വിശുദ്ധ വിധേയായിട്ടുണ്ട്. വേദനാജനകമായ ശാരീരിക അസ്വസ്ഥതകൾ കൂടാതെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകളും ശകാരങ്ങളും വിശുദ്ധയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ താൻ അർഹിക്കുന്നതിലും അധികമായി ദൈവം തന്നെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇതിനെയെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഏതാണ്ട് 15 വർഷത്തോളം അവൾ കഠിനമായ ആത്മീയ സഹനങ്ങളും ഒറ്റപ്പെടലുകളും സഹിച്ചു. 1617 ഓഗസ്റ്റ് 24 പരിശുദ്ധ കന്യകയുടെ കാവൽമാലാക അവളെ തന്റെ സ്വർഗീയ മണവാളിന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 1671 ക്ലെമന്റ് 10ാമൻ പാപ്പയാണ് റോസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത്. തന്റെ വിശുദ്ധീകരണ ലേഖനത്തിൽ പാപ്പ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: പെറു കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെ അനുതാപത്തിനു വേണ്ടി ഇത്രത്തോളം ജനകീയ ആവേശം ഉളവാക്കിയ മറ്റൊരു പ്രേക്ഷിത ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും മാറ്റുക. വാശിയും വൈരാഗ്യ ബുദ്ധിയും ആർക്കും ഒന്നും നേടിത്തരുന്നില്ല. ജീവിതത്തിൽ മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ ക്ഷമിക്കാൻ പഠിക്കണം. ദേഷ്യത്തിൽ നിന്നും വേദനയിൽ നിന്നുമുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ ക്ഷമ. ഏവർക്കും നന്ദി.